Hi friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തത് ഒരു ക്രിസ്റ്റൽ ഫ്രൂട്ട് കേക്ക് ആയിരുന്നു. അത് കുറെ പേര് കാണി, കുറച്ചുപേരെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിന്റെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ഇട്ട് തന്നു. ഭയങ്കര സന്തോഷമായി. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈന ഗ്രാസിനേക്കാളും കുറെ കൂടെ ജലാറ്റിൻ വെച്ച് ചെയ്യായിരിക്കും നല്ലതെന്ന്. അത് അങ്ങനെ തന്നെയാണ്. ബിക്കോസ് ഞാൻ ആദ്യം അത് ചെയ്ത് നോക്കിയത് ജലാറ്റിനിലായിരുന്നു. അപ്പൊ കുറെ കൂടെ ഒരു വാട്ടറി ഇതുപോലെ ഉണ്ടായിരുന്നു. ചൈന ഗ്രാസ് ആകുമ്പോൾ ചിലപ്പോൾ അത് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആകുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നന്നായി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റിക്കി പോലെ ആയി പോകും. എനിവേ, കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ചൊരു കളർഫുള്ളും ദ സെയിം ടൈം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്താന്നുള്ള വഴി എന്റെ കൂടെ വാ, എന്നിട്ട് കാണിച്ചു തരാം ഞാൻ എന്താന്നുള്ളത്. ഇതും കണ്ട് ഇഷ്ടപ്പെടുന്നവർ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തതിന്റെ കൂടെ ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ജ്യൂസസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐസ്ക്രീം പുട്ടാണ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പുട്ടിന്റെ പൊടി നനച്ച് ഒരു 3 ബൗളിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ എടുത്തിരിക്കുന്നത് ചോളത്തിന്റെ പുട്ടുപൊടി നനച്ചതാണ്. പിന്നെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ചെറിയ ഗ്ലാസസിൽ ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ടുണ്ട്, ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിന് വേണ്ട തേങ്ങ. പിന്നെ ലാസ്റ്റ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ അതിന് പകരം ബ്രൗൺ ഷുഗർ ആണ് കുറച്ചുകൂടി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമാണ്. അതും കൂടെ വെച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിഫറെന്റ് കളറിലുള്ള ലെയേഴ്സ് ആയിട്ടാണ് ഇന്നിവിടെ പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എടുത്ത് വെച്ച ഒരു ബൗളിലേക്ക് ഞാൻ ക്യാരറ്റിന്റെ ജ്യൂസാണ് ആദ്യം മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഈ ജ്യൂസ് പൊടിയിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ ക്യാരറ്റ് ജ്യൂസ് എല്ലായിടത്തും ഒരേപോലെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബൗളിൽ നമ്മൾ ബീട്രൂട്ടിന്റെ ജ്യൂസാണ് ഇനി മിക്സ് ചെയ്യാൻ പോകുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ആ പൊടിയിലും എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്യാൻ പാകത്തിന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ കണ്ടില്ലേ, ആ ബീട്രൂട്ടിന്റെ ജ്യൂസ് എല്ലായിടത്തും ഒരേപോലെ തന്നെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും മിക്സ് ആയതെന്ന് വളരെ ശ്രദ്ധിക്കാൻ വേണം. എന്നിട്ട് വേണം നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. ഇതാ നമ്മളിപ്പോ മിക്സ് ചെയ്ത് ഇതൊക്കെയാണ് ക്യാരറ്റിന്റെ ജ്യൂസ് മിക്സ് ചെയ്തത്, ബീട്രൂട്ടിന്റെ ജ്യൂസ് മിക്സ് ചെയ്തത്, സാധാരണ വെള്ള പുട്ടുപൊടി മിക്സ് ചെയ്തത്, അതേപോലെ തന്നെ ചോളത്തിന്റെ പൊടി മിക്സ് ചെയ്തത്. ഈ തേങ്ങയും കൂടി എടുത്തിട്ട് നമ്മളെ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഞാനിന്ന് പുട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഈ കുക്കറിനകത്താണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പുട്ടിന്റെ കുറ്റി എടുത്തിട്ടുണ്ട്. കുറ്റിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇടുകയാണ് നമ്മൾ. ഇനി അതിന്റെ മുകളിലേക്ക് ഡിഫറെന്റ് കളറിൽ നനച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ഇടുകയാണ്. അപ്പൊ ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഈ ബീട്രൂട്ട് ജ്യൂസ് നിറച്ച പിങ്ക് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ഈ പിങ്ക് കളറാണ് ഇടുന്നത്. കാര്യം എനിക്ക് പിങ്ക് വേണം ഏറ്റവും ടോപ്പിൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പിങ്ക് കളർ ആദ്യം തന്നെ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് മുകളിലും താഴെയായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് ആ ബീട്രൂട്ട് ജ്യൂസിന്റെ കളറിന്റെ മുകളിൽ ഞാൻ ആഡ് ചെയ്യുന്നത് വൈറ്റ് കളർ പൊടി, നമ്മൾ സാധാരണ പുട്ടുപൊടിയാണ്. കാര്യം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈനിന് അത് വേണമെന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ വൈറ്റ് പൊടി അതിന്റെ മുകളിൽ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വൈറ്റ് പൊടിയുടെ മുകളിൽ ഞാൻ പിന്നെ ഇടുന്നത് ഈ ചോളത്തിന്റെ പുട്ടുപൊടിയാണ്. അതും ഇതേമാതിരി തന്നെ നല്ലതുപോലെ എല്ലായിടത്തും നമുക്കത് കുറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് ലെയർ കാണണമെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മളത് വിതറി ഇടണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ച ആ ഓറഞ്ച് കളറാണ്. അതും ഇതേമാതിരി തന്നെ എല്ലായിടത്തും ആവാൻ പാകത്തിന് നല്ലതുപോലെ നമ്മൾ നിരത്തി കൊടുക്കണം.
ഇനി ഇതും കൂടെ നിരത്തി കഴിഞ്ഞ് അവസാനം അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് അധികം തന്നെ എടുത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കണം. ഇനി പുട്ടും കുറ്റി അതിൻ്റെ അടപ്പെടുത്ത് വെച്ച് അടച്ചതിന് ശേഷം നമ്മളിനി കുക്കറിൽ അത് വെച്ചിട്ട് സ്റ്റീം കയറ്റാൻ പോവാണ്. ഈ പുട്ട് വേവാനായിട്ട് എന്തായാലും 2-3 മിനിറ്റ് സമയം വേണം. ഇപ്പം ഏകദേശം അത്രയും സമയം ആയിട്ടുണ്ട്. ഞാൻ ഇനി അതൊന്ന് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല ആവി പറക്കുന്ന നമ്മുടെ ലെയർ ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഹൈലൈറ്റഡ് ഇൻഗ്രീഡിയന്റ് ആയ ഐസ്ക്രീം ഞാൻ വെക്കാൻ പോവാണ്. ഞാനിവിടെ വാനില ഐസ്ക്രീം ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ട്രോബെറിയോ അല്ലെങ്കിൽ പിസ്തയുടെയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. അതിന്റെ മുകളിലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട്. കൂടുതൽ കുറച്ച് ബ്രൗൺ ഷുഗർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള പിസ്തയോ അല്ലെങ്കിൽ ബദാമോ എന്ത് വേണമെങ്കിലും ക്രഷ് ചെയ്തിടാം. ഓക്കെ, ചോക്കോ ചിപ്സ് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ഫ്രണ്ട്സ് കണ്ടില്ലേ, ഇതാണ് ലെയർ ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം പുട്ട്. ഇത് നല്ല ഹെൽത്തി ആണ്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കറക്റ്റ് ആയിട്ടുള്ള ജ്യൂസുകൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം പൊടികളും മിക്സ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് എല്ലാം ഇത് വളരെ ഇഷ്ടമാവും. നമ്മൾ വലിയ ആൾക്കാർക്കും ഇഷ്ടമാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മുഴുവൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെയും ബൈ friends.